നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തൊരു വീഡിയോന്റെ അണ്ടറിൽ നമുക്കൊരു കമന്റ് ആണ്, എന്താണ് ന്യൂ റെജിമി അല്ലെങ്കിൽ ഓൾഡ് റെജിമി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഓൾഡ് റെജിമി ന്യൂ റെജിമി സ്കീം നമ്മൾ ചൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഡിഫറൻസ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഓൾഡ് റെജിമി സ്കീം അനുസരിച്ച് നമുക്ക് നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറച്ച് മേജർ ഡിഡക്ഷൻസ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ന്യൂ റെജിമി സ്കീമിൽ നമുക്ക് എന്തില്ല, അങ്ങനൊരു ഓപ്ഷൻ വരുന്നില്ല. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ, എനിക്ക് ഒരു വർഷം 24 ലക്ഷം രൂപ ആനുവൽ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 2 ലക്ഷം രൂപ ഇൻഷുറൻസ് ആയിട്ട് ഓരോ വർഷം പേ ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യാം. ഓൾഡ് റെജിമി സ്കീമാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്റെ ടോട്ടൽ ഇൻകം ആയ 24 ലക്ഷത്തിൽ നിന്ന് ഇൻഷുറൻസിന് വേണ്ടി ഞാൻ പേ ചെയ്ത് 2 ലക്ഷത്തിനെ കുറച്ച് ബാക്കിയുള്ള 22 ലക്ഷത്തിന് പുറത്ത് ഞാൻ എന്ത് ചെയ്താൽ മതി, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പക്ഷെ ന്യൂ റെജിമിയിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. 24 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. നമ്മൾ ആ 24 ലക്ഷത്തിന് പുറത്തും എന്ത് ചെയ്യണം, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ചോദിക്കും, പിന്നെ എന്തിനാണ് നമ്മൾ ഈ ന്യൂ റെജിമി ഫോളോ ചെയ്യുന്നത്, എല്ലായ്പ്പോഴും ഓൾഡ് റെജിമി തന്നെ ഫോളോ ചെയ്താൽ പോലെ. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഇത് രണ്ടിന്റെയും ടാക്സ് സ്ലാബ് റേറ്റ് വ്യത്യാസമാണ്. നമുക്ക് നോക്കാം. ഈ 24 ലക്ഷത്തിനെ ഞാൻ ഓൾഡ് റെജിമിയെ വെച്ചിട്ടാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ 2 ലക്ഷം എക്സ്പെൻസ് കുറച്ചു, ബാക്കി 22 ലക്ഷമാണ്. നമുക്ക് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം, സ്ലാബ് റേറ്റ് അനുസരിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഇതിൽ ഓൾഡ് റെജിമിയിൽ ആദ്യത്തെ 2.5 ലക്ഷം രൂപ വരെ നമുക്ക് എന്ത് വരുന്നില്ല, ടാക്സ് വരുന്നില്ല. 2.5 തൊട്ട് 5 ലക്ഷം രൂപ വരെ നമ്മൾ 5% ടാക്സ് പേ ചെയ്യണം. ഇനി 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ നമ്മൾ 20%, 10 ലക്ഷത്തിന് മുകളിലേക്ക് നമ്മൾ 30% ടാക്സ് പേ ചെയ്യണം. അങ്ങനെ ഇൻ ടോട്ടൽ 4,72,500 നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. ഇനി അതല്ല, നമ്മൾ ന്യൂ റെജിമി സ്കീമാണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഡിഡക്ഷൻസ് ഒന്നുമില്ല. 24 ലക്ഷം രൂപയുടെ പുറത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സോ 24 ലക്ഷത്തിന് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യത്തെ 3 ലക്ഷം രൂപ വരെ എന്ത് വരുന്നില്ല, ടാക്സ് വരുന്നില്ല. 3 ലക്ഷം തൊട്ട് 7 ലക്ഷം രൂപ വരെ 5%, 7 ലക്ഷം രൂപ തൊട്ട് 10 ലക്ഷം രൂപ വരെ 10%, 10 ലക്ഷം തൊട്ട് 12 ലക്ഷം വരെ 15%, 12 ലക്ഷം തൊട്ട് 15 ലക്ഷം രൂപ വരെ 20%, 15 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് 30%. അതായത് ഇൻ ടോട്ടൽ 4,10,000 രൂപയായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരിക. സോ ആദ്യം നമ്മൾ വിചാരിച്ചു ന്യൂ റെജിമി സ്കീമിനെക്കാട്ടിലും നല്ലത് ഓൾഡ് റെജിമി അല്ലേ. പക്ഷെ ടാക്സ് കാൽക്കുലേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് നമുക്ക് വരുന്ന ഇത് തന്നെയാണ്, ന്യൂ റെജിമി സ്കീം തന്നെയാണ്. സോ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൾഡ് റെജിമി ആണോ ന്യൂ റെജിമി ആണോ ഏറ്റവും നല്ലത് എന്ന് ചൂസ് ചെയ്തത്. അതായത് നമുക്ക് അത്യാവശ്യം മേജർ ഡിഡക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ഇൻകത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കളയാൻ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് കാൽക്കുലേഷൻ നോക്കി ഓൾഡ് റെജിമി സ്കീം തന്നെ ചൂസ് ചെയ്യാം. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഏറ്റവും ബെനിഫിഷ്യൽ എന്ത് തന്നെയായിരിക്കും, ന്യൂ റെജിമി സ്കീം തന്നെയായിരിക്കും. സോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.